ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഹേറോദേസ് രാജാവ് യോഹന്നാൻ സ്നാപകനെ ഭയപ്പെട്ടു. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും കെട്ടി കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷണമാക്കി ജീവിച്ച സന്യാസിയായിരുന്നു യോഹന്നാൻ. ഹേറോദേസിന് അധികാരവും പട്ടാളവും ഉണ്ടായിരുന്നു. കൊലയ്ക്ക് വിധിക്കുവാനുള്ള അധികാരമുണ്ടായിരുന്നു. എങ്കിലും രാജാവ് യോഹന്നാനെ ഭയപ്പെട്ടു. നീതിയും വിശുദ്ധിയുമുള്ള ജീവിതം നയിച്ച യോഹന്നാൻ്റെ മുൻപിൽ മ്ലേച്ഛ ജീവിതം നയിച്ച രാജാവിൻ്റെ ശക്തി ഒന്നുമില്ലാത്തതായി. ജീവിത വിശുദ്ധിയുള്ള ഒരാളുടെ മുൻപിൽ അശുദ്ധ ജീവിതം നയിക്കുന്നവൻ തലതാഴ്ത്തി പോകും. സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഹേറോദേസ് ആത്മീയ ശക്തി ഇല്ലാത്തവനായിരുന്നു. ഈ കാലത്തും വിശുദ്ധ ജീവിതത്തിന് വലിയ ശക്തിയുണ്ട്. തെറ്റു ചെയ്ത ദാവീദ് നാഥാൻ പ്രവാചകന്റെ ശാസനയുടെ ശബ്ദം കേട്ടപ്പോൾ തലകുനിച്ചു. കേസറിയായിൽ ബന്ധനസ്ഥനായി പാർത്ത പൗലോസിൻ്റെ പ്രസംഗം കേൾക്കാൻ റോമൻ ഗവർണറായ ഫെസ്തൂസ് തൻ്റെ ഭാര്യയോട് കൂടെ വന്നിരുന്നു. നീതി, വിശുദ്ധി, ന്യായവിധി എന്നിവയെക്കുറിച്ച് പൗലോസ് ശക്തമായി പറഞ്ഞപ്പോൾ അധികാരസ്ഥാനത്തിരുന്ന ഫെസ്തൂസ് ഭയപരവശനായി. ഇനി പ്രസംഗം കേൾക്കണ്ട, തൽക്കാലം പോകാമെന്ന് പൗലോസിനോട് പറഞ്ഞയച്ചു. വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ശക്തി വലുതാണ്. ഏലിയ പ്രവാചകന്റെ മുൻപിൽ ആഹാബ് രാജാവും തലകുനിച്ചു. നമ്മുടെ ജീവിതം കളങ്കരഹിതമാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ശക്തി വലുതാണ്. ദൈവമുമ്പാകെയും മനസാക്ഷിയുടെ മുൻപാകെയും ശുദ്ധവും നിർമ്മലവുമായ ജീവിതം നയിക്കുമ്പോൾ അളവറ്റ ശക്തിയുടെ ഉറവിടങ്ങളായി നാം മാറും. വിശുദ്ധമായ ജീവിതം ശക്തമാണ്. സങ്കീർത്തനം 119:104. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് സകല വ്യാജമാർഗവും ഞാൻ വെറുക്കുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.